ഹായ് ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന സിനിമയാണ് സോളോ. DQ നായകനായി 2017 പുറത്തിറങ്ങിയ ഒരു ആന്തോളജി സിനിമയാണ് സോളോ. ഒരു കൊമേഴ്ഷ്യൽ സിനിമയായിട്ട് തന്നെയാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. 4 വ്യത്യസ്തമായ കഥകൾ. നായകനായി വന്നത് ദുൽഖർ സൽമാനും. ഈ 4 കഥകളും പഞ്ചഭൂതങ്ങളായും പരമശിവനുമായി ബന്ധപ്പെട്ടവയാണ്. പഞ്ചഭൂതങ്ങളിലെ ജലം, വായു, അഗ്നി, ഭൂമി എന്നിവയാണ് ഈ സിനിമയിൽ ഓരോ കഥകളിലായി കാണിക്കുന്നത്. ദുൽഖറിന്റെ ഓരോ കഥാപാത്രത്തിന്റെയും പേര് ശേഖർ, ത്രിലോക്, ശിവ, രുദ്ര തുടങ്ങി ശിവന്റെ നാമങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഒന്നാമത്തെ കഥയായ വേൾഡ് ഓഫ് ശേഖറിൽ ജലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഥയുടെ എല്ലാ പ്രധാന ഭാഗങ്ങളിലും ജലത്തിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ജലത്തെ സൂചിപ്പിക്കുന്ന നീല നിറങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളുടെ വസ്ത്രങ്ങൾ, മറ്റ് ഉപകരണങ്ങൾ തുടങ്ങി കൂടുതലും നീല നിറത്തിന്റെ പല ഷെയ്ഡുകളാണ് ഇതിലുള്ളത്. പല സീനുകളിലും ഒരു ബ്ലൂ ടോൺ ആണ് നൽകിയിരിക്കുന്നത്. ജലം പോലെ ഒഴുകുന്ന ഒന്നാണ് ഇവരുടെ ജീവിതം. തടസ്സങ്ങൾ ഭേദിച്ച് മുന്നോട്ടൊഴുകുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്ന ഒരു നദിയെ പോലെയാണ് ശേഖറിന്റെ കഥാപാത്രം. രണ്ടാമത്തെ കഥ വേൾഡ് ഓഫ് ത്രിലോക്. ഇത് വായുവിനെയാണ് സൂചിപ്പിക്കുന്നത്. കാറ്റിനെ പോലെ ഇതിന്റെ നായക കഥാപാത്രവും ശാന്തവും ശക്തനുമായി മാറുന്നുണ്ട്. പ്രണയവും പ്രതികാരവും തന്നെയാണ് ഇവിടെയും ഇതിവൃത്തമായി മാറുന്നത്. ഒരു മൂഡി ടോണിലാണ് ഈ സെഗ്മെന്റ് ഉള്ളത്. ഇതിലെ മ്യൂസിക്കും ഇളം കാറ്റിനെ പോലെ വളരെ പീസ്ഫുൾ ആയാണ് ഉള്ളത്. ത്രിലോക് എന്ന കഥാപാത്രം കാറ്റിനെ സൂചിപ്പിക്കുന്നു. കഥയുടെ പകുതിയിലാണ് ദുൽഖറിനെ കാണിക്കുന്നത്. എന്നാൽ ഈ കഥാപാത്രം ആദ്യം മുതലേ അവിടെ തന്നെ ഉണ്ട്. കാറ്റും അതുപോലെയാണ്. അത് ശക്തമാകുമ്പോൾ ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുപോലെ തന്നെയാണ് ത്രിലോക് എന്ന കഥാപാത്രവും. മൂന്നാമത്തെ കഥയാണ് വേൾഡ് ഓഫ് ശിവ. ഇത് അഗ്നിയെ സൂചിപ്പിക്കുന്നു. എല്ലാത്തിനെയും തകർക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നതാണ് അഗ്നി. അതുപോലെയാണ് ശിവയും. ശക്തനും കോപം നിറഞ്ഞതുമാണ് ഈ കഥാപാത്രം. പ്രതികാരമാണ് ഈ സിനിമ പറയുന്നത്. ആളിക്കത്തുന്ന തീ പോലെയാണ് ഈ കഥാപാത്രം. അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുന്നവനാണ് ശിവ. അച്ഛനെ കൊന്നവരെല്ലാം കൊല്ലാനായി ഇറങ്ങുന്നു ഈ കഥാപാത്രം. അതുപോലെ തന്നെ ഈ കഥാപാത്രം ആരോടും സംസാരിക്കുന്നതായി സിനിമയിൽ കാണിക്കുന്നില്ല. അതുപോലെ ദേഷ്യക്കാരനായ ഒരു വ്യക്തിയാണ് ശിവ. ഈ സിനിമയിൽ ഒരു റെഡ് തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റിംഗിലും മറ്റു വസ്തുക്കൾ, പെയിന്റിംഗ്സ്, കർട്ടൻ തുടങ്ങി ബാക്ക്ഗ്രൗണ്ട് തുടങ്ങി എല്ലാത്തിലും ചുമന്ന നിറമാണ് നൽകിയിരിക്കുന്നത്. നാലാമത്തെ കഥയാണ് വേൾഡ് ഓഫ് രുദ്ര. ഭൂമിയെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. എല്ലാം സഹിക്കുന്നതും എല്ലാം നടക്കുന്നതുമായ ഭൂമിയെയാണ് ഇവിടെ കാണിക്കുന്നത്. ദേഷ്യവും വിഷമവും വിരഹവും പ്രണയവും എല്ലാം നിറഞ്ഞതാണ് ഈ കഥ. പരസ്പരം ബന്ധമില്ലാത്ത 4 കഥാപാത്രങ്ങളുടെ ജീവിതമാണ് ഈ കഥകളിലുള്ളത്. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ ഇവയെല്ലാം തമ്മിൽ ബന്ധമുള്ളതായും കണ്ടെത്താം. ഇവരുടെ പേരുകൾ പോലെ പരമശിവന്റെ പല ഭാവങ്ങളാണ് ഓരോ കഥാപാത്രങ്ങൾക്കും നൽകിയിരിക്കുന്നത്. പ്രണയവും പ്രതികാരവും വിരഹവും സംഹാരവുമാണ് ഓരോ കഥാപാത്രങ്ങളും അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾ കാരണമാണ് ഈ 4 കഥാപാത്രങ്ങളുടെയും ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത്. സ്ത്രീകൾ ജീവിതത്തിൽ നിന്നും പോകുമ്പോഴുള്ള മാറ്റങ്ങൾ അമ്മയോ കാമുകയോ ഭാര്യയോ ആകാം. അതുപോലെ തന്നെ ഓരോ സെഗ്മെന്റും തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിക്കുന്നു അത് എന്തിനെ പറ്റിയുള്ളതാണെന്ന്. ലൈഫ് ഓഫ് ശേഖറിൽ ആദ്യം കാണിക്കുന്നത് തന്നെ മഴയാണ്. വായുവിനെ സൂചിപ്പിക്കുന്ന ലൈഫ് ഓഫ് ത്രിലോകിൽ ആദ്യം കാണിക്കുന്നത് കാറ്റിൽ നായികയുടെ വസ്ത്രങ്ങൾ പറക്കുന്നതാണ്. ശിവയുടെ ഫാമിലി ഫോട്ടോ കത്തിയെരിയുന്നതാണ് മൂന്നാമത്തെ കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. നാലാമത്തെ കഥയിൽ സ്ഫോടനം നടക്കുന്നതായും ചില മിത്തുകൾ ചേർന്നാണ് ഈ സിനിമ രൂപപ്പെട്ടിരിക്കുന്നത്. സതീദേവിയും ശിവഭഗവാനും തമ്മിലുള്ള പ്രണയമാണ് ആദ്യത്തെ സിനിമയിൽ. ജടാധാരിയായ ശിവനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ശേഖറിന്റെ ഹെയർ സ്റ്റൈൽ. സതിയെ നഷ്ടമായതിനു ശേഷം ശിവന്റെ കോപമാണ് തുടർന്നു വരുന്ന കഥയിൽ. അതുപോലെ തന്നെ സംഹാരമൂർത്തിയായ ശിവനാണ് വേൾഡ് ഓഫ് ശിവയിൽ കാണാൻ കഴിയുന്നത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ ആന്തോളജി സിനിമ എന്നതിൽ നിന്ന് ഒരുപാട് ലെയറുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 4 years. അതായത് ഓരോ കഥയിലും കഥാപാത്രത്തിന്റെ പ്രസന്റ് ടൈമും അവരുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളുമായി 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ശേഖറിന്റെ കഥയിൽ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ശേഖർ നായികയെ കാണുന്നതും അവർ പ്രണയത്തിലാകുന്നതും. ത്രിലോകിന്റെ കഥയിൽ 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഭാര്യ മരിക്കുന്നത്. മൂന്നാമത്തെ കഥയിൽ ശിവ അവന്റെ അച്ഛനെ അവസാനമായി ജീവനോടെ കാണുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാണ്. അതുപോലെ തന്നെ രുദ്രയും നായികയുമായി പിരിക്കുന്നതും 4 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇങ്ങനെ 4 വർഷങ്ങളുടെ ഗ്യാപ്പ് ഓരോ കഥകളിലും കാണാൻ കഴിയുന്നതാണ്. ടെക്നിക്കലി ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. ഓരോ കഥകൾക്കും കൃത്യമായ തീം ഉപയോഗിക്കുകയും സ്റ്റോറി പ്ലേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേൾഡ് ഓഫ് ശേഖറിൽ നോൺ ലീനിയർ ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ഡ്രീമി ആൻഡ് വോം ലൈറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ് ബ്ലൂ ആണ് കളർ ഗ്രേഡിംഗ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. വേൾഡ് ഓഫ് ത്രിലോകിൽ കോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചിറയിൽ ടോൺ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡാർക്കും ഗ്രിഫ്റ്റി വിഷ്വൽസുമാണ് വേൾഡ് ഓഫ് ശിവയിൽ. ഇന്റൻസ് ആയിട്ടുള്ള റെഡും ഓറഞ്ചുമാണ് ഇവർ കളർ തീമായി യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റൈലിഷും ഫാസ്റ്റ് കട്ട്സുമുള്ള ഡസ്റ്റി ആൻഡ് എർത്തി ടോൺസ് ആണ് ഈ സെഗ്മെന്റിൽ കാണാൻ കഴിയുന്നത്. മ്യൂസിക് ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. മ്യൂസിക്കിലൂടെയാണ് സ്റ്റോറി നരേറ്റ് ചെയ്തു പോകുന്നത്. 10ലേറെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബൈലിംഗുലായി തമിഴിലും മലയാളത്തിലും ചിത്രീകരിച്ചിരിക്കുന്ന ഈ സിനിമയിൽ തമിഴിലും മലയാളത്തിലുമായി വ്യത്യസ്തമായ ഒരുപാട് സോങ്ങുകൾ ഉണ്ട്. ഒരു സാധാരണ ആന്തോളജി ഫിലിം എന്നതിൽ നിന്നുപരി വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഈ സിനിമ. അന്ന് ഈ സിനിമയുടെ ക്ലൈമാക്സ് സ്റ്റോറിയായ വേൾഡ് ഓഫ് രുദ്രയിലെ ക്ലൈമാക്സ് പോർഷൻ അധികം ആൾക്കാർക്കും ഇഷ്ടമായില്ല. അതിനെപ്പറ്റി പല വിമർശനങ്ങൾ ഉണ്ടാവുകയും മലയാളം വെർഷനിലെ ക്ലൈമാക്സിൽ മാറ്റം വരുത്തുകയും ഉണ്ടായി. ആന്തോളജി മൂവി ആയതുകൊണ്ടും വേൾഡ് ഓഫ് രുദ്രയിൽ ഉണ്ടായ വിമർശനങ്ങൾ കൊണ്ടും ഈ സിനിമയ്ക്ക് അന്ന് വേണ്ടത്ര രീതിയിൽ അംഗീകാരം ലഭിച്ചിരുന്നില്ല. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.